കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലയാളം ശൈലികൾ പഴഞ്ചൊല്ലുകളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ക്ലേശം വർദ്ധിപ്പിക്കുക എന്നതാണ്. കടുവയെ കിടുവ പിടിക്കുക എന്ന് പറഞ്ഞാൽ ബലവാന്മാരെ ദുർബലർ തോൽപ്പിക്കുകയാണ്. ഇനി അക്കരെ പച്ച എന്ന് പറഞ്ഞാൽ അകലെയുള്ളതിനെ പറ്റിയുള്ള ഭ്രമത്തെയാണ് അക്കരെ പച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളുവില കല്ലുവില എന്ന് വെച്ചാൽ ആളിൻ്റെ പദവിക്ക് സ്ഥാനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇടുത്തി വീഴുക എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും. കഠിന ഭയം അല്ലെങ്കിൽ വിചാരിക്കാത്ത ആപത്തിനെയാണ് ഇടുത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പാഠം പഠിപ്പിക്കുക എന്നാൽ പകരം വീട്ടുക. കരതലാമലകം എന്നത് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായത് എന്ന അർത്ഥത്തിലാണ് കരതലാമലകം ഉപയോഗിക്കുന്നത്. പുസ്തകപ്പുഴു എന്നാൽ എപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്ന അർത്ഥമാണ്. കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്നതിൻ്റെ അർത്ഥം അവസരം നോക്കി പ്രവർത്തിക്കുക എന്നതാണ്. ഇനി കഞ്ഞിയിൽ പാറ്റ് വീഴുക എന്ന ശൈലിയുടെ അർത്ഥം ഉപജീവന മാർഗം മുട്ടുക എന്നതാണ്. കതിരിന്മേൽ വളം വയ്ക്കുക എന്ന് വെച്ചാൽ സമയം കഴിഞ്ഞ് പ്രവർത്തിക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അറുത്തു മുറിച്ച് പറയുക എന്ന് വെച്ചാൽ തീർത്തു പറയുക. ഇനി ഇരുട്ടടി എന്ന് വെച്ചാൽ എന്താണ്? അപ്രതീക്ഷിതമായ ഉപദ്രവത്തെയാണ് നമ്മൾ ഇരുട്ടടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെളിച്ചപ്പാട് തുള്ളുക എന്ന് വെച്ചാൽ വിറളി പിടിക്കുക എന്നതാണ് അർത്ഥം. മുടന്തൻ ന്യായം എന്ന് വെച്ചാൽ ദുർബലമായ സമാധാനത്തെയാണ് മുടന്തൻ ന്യായം എന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി പൊടിപ്പും തൊങ്ങലും എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. ഉള്ളതിൽ ഏറെ പറയുക, ഉള്ളതിനേക്കാളും കൂട്ടി പറയുന്നതിനെയാണ് പൊടിപ്പും തൊങ്ങലും എന്ന് പറയുന്നത്. ഇനി പൂച്ചയ്ക്ക് മണികെട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിവേകമായ ഉദ്യമത്തെയാണ് പൂച്ചയ്ക്ക് മണികെട്ടുക എന്നത് ഉദ്ദേശിക്കുന്നത്. അർദ്ധരാത്രിക്ക് കുട പിടിക്കുക എന്നാൽ അസ്ഥാനത്തിൽ ആഡംബരം കാണിക്കുക എന്നതാണ് അർത്ഥം. അഗ്നിപരീക്ഷ എന്ന് വെച്ചാൽ അതീവ ക്ലേശകരമായ പരീക്ഷണം. അസുരവിത്ത് എന്നാൽ ദുഷ്ടസന്തതി. ആചന്ദ്രതാരം എന്നാൽ എക്കാലവും എന്ന അർത്ഥത്തിലാണ്. ഏട്ടിലെ പശു എന്നാൽ പ്രയോജനശൂന്യമായത്. അപ്പോൾ പ്രയോജനശൂന്യമായതിനെയാണ് ഏട്ടിലെ പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇരട്ടത്താപ്പ് എന്നാൽ പക്ഷപാതം എന്നാണ് അർത്ഥം. ഉരുളയ്ക്കുപ്പേരി എന്നാൽ തക്ക മറുപടി. എണ്ണിച്ചുട്ട അപ്പം എന്നാൽ പരിമിതമായ വസ്തു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒറ്റമൂലി എന്നാൽ അറ്റ കൈയാണ് അർത്ഥം വരുന്നത്. ഓണം കേറാമൂല എന്ന അർത്ഥം വരുന്നത് തനി കുഗ്രാമം അല്ലെങ്കിൽ അപരിഷ്കൃതമായിട്ടുള്ള മേഖല എന്ന അർത്ഥത്തിലാണ് ഓണം കേറാമൂല എന്നുദ്ദേശിക്കുന്നത്. ഏഴാം കൂലി എന്നാൽ ഏറ്റവും നിസ്സാരമായത് എന്നർത്ഥം. കടലാസ് പുലി എന്നാൽ നിസ്സാരനായ വ്യക്തി എന്നാണ് അർത്ഥം വരുന്നത്. കണ്ടകശനി എന്നാൽ വലിയ കഷ്ടകാലം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. കല്ലു കടിക്കുക എന്നാൽ അസുഖകരമായി പരിണമിക്കുക എന്നതാണ് അർത്ഥം വരുന്നത്.